ഇന്ന് എന്നെ ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചത് ഈ ശബ്ദമേറിയ ദൈവശബ്ദമായിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയ ദൈവിക വിടുതലുകൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യം വെച്ച് നോക്കിയാൽ ഒരു വിടുതലും കാണുവാൻ പറ്റാത്ത രീതിയിൽ അടയപ്പെട്ട വഴികളും അടയപ്പെട്ട വാതിലുകളും ജീവിതത്തിന്റെ മേൽ സന്തോഷം കിട്ടാത്ത രീതിയിൽ നിരാശയിൽ കഴിയുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് നിങ്ങളോട് ദൈവാത്മാവ് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്, എൻ്റെ ദൈവം നിങ്ങളെ വിടുവിച്ചിരിക്കും. ഈ ശുശ്രൂഷയുടെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കണ്ടോ? അവസാനം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അസാധാരണമാകുന്ന ദൈവിക വിടുതലുകൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളി ചെയ്ത മഹത്വകരമായ യേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ഈ ചാനലിലൂടെ ശബ്ദമേറിയ നിങ്ങളുടെ ജീവിതത്തിന്മേൽ വിടുതലുകളും നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ രൂപാന്തരവും വരുത്തുന്ന ദൈവശബ്ദം ഞാനിവിടെ കൈമാറുന്നുണ്ട്. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തോ. അതുപോലെ തന്നെ ഈ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരു അനുഗ്രഹമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. പ്രിയരെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളോട് പങ്കുവെക്കുവാൻ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ ഇട്ട ശബ്ദമേറിയ ഒരു ദൈവശബ്ദമുണ്ട്. അത് 91 സങ്കീർത്തനത്തിൽ നിന്നാണ്. സംരക്ഷണത്തിന്റെ സങ്കീർത്തനം എന്നാണല്ലോ 91 സങ്കീർത്തനം അറിയപ്പെടുന്നത് തന്നെ. അതിന്റെ 3-ാം വാക്യം ഇപ്രകാരം പറയുന്നു. ചിലരോടുള്ള ശബ്ദമേറിയ ദൈവിക ദൂതാണ്. അവൻ നിന്നെ, ദൈവം നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും, നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. അപ്പത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവം നിങ്ങളെ വിടുവിക്കും. എന്നോടൊപ്പം ചേർന്നുകൊണ്ട് ആ പദം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോ. ആ പദങ്ങൾ പറയുന്നത്, വചനം പറയുന്നത് നിന്റെ ജീവിതത്തിൽ വിടുതലിന് കാരണമായി തീരും. ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം നിന്നെ വിടുവിക്കുമെന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ ജീവിതത്തിന്റെ മേൽ ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന പല വ്യക്തികൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു തരത്തിലും വിടുതൽ കാണാതെ പല നേർച്ച കാഴ്ചകൾ ചെയ്തു. അവൻ ആഭിചാരകന്മാരുടെ അടുക്കൽ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ കടന്നുപോയി, പുണ്യ സ്ഥലങ്ങളിൽ കടന്നുപോയി. എന്നിട്ടും എന്റെ ജീവിതത്തിന്മേൽ ഒരു വിടുതലില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞായിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇന്ന് ഇവിടെ പറയപ്പെടുന്ന ദൈവവചനത്തിൽ നീ വിശ്വസിച്ചാൽ മതി. നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതകരമായ വിടുതലുകൾ നൽകി തരുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. നിങ്ങൾക്കറിയോ, നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി, യേശുക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ ആത്മകണ്ണിൽ യേശുക്രിസ്തുവിനെ പറ്റി പ്രവചിച്ച് പറഞ്ഞിരിക്കുന്ന പദങ്ങൾ ഇതാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവം ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ റൂമിന്മേൽ അത്ഭുത പ്രവൃത്തിയായി, വിടുതലിന്റെ കരമായി നിനക്കു വേണ്ടി ഇന്ന് വെളിപ്പെടുകയാണ് യേശുവിന്റെ നാമത്തിൽ.
ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, ദൈവിക വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വരട്ടെ. അവിടെ വിടുവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ റൂട്ട് വേർഡ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വന്യമൃഗം വേറെ ഒരു മൃഗത്തെ അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടി വരികയാണ്. ഈ ചെറിയ മൃഗത്തിന്റെ മുൻപിൽ വേറെ ഓപ്ഷനുകളൊന്നുമില്ല. സിംഹമായാലും കരടിയായാലും പുലിയായാലും ഈ ചെറിയ മൃഗത്തെ അറ്റാക്ക് ചെയ്ത് കൊല്ലുമെന്ന് പറഞ്ഞ് നിസ്സഹായകമായി നിൽക്കുമ്പോൾ വേറെ ഒരു കരം കടന്നു വന്ന് ആ വന്യമൃഗത്തിന്റെ കയ്യിൽ നിന്ന്, ആ വന്യമൃഗത്തിന്റെ അടുക്കൽ നിന്ന് പെട്ടെന്ന് രക്ഷിക്കുന്ന അനുഭവമാണ് അവിടെ വിടുവിക്കും എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണ്. ഇന്നത്തെ നിന്റെ സാഹചര്യം നിന്നെ വിഴുങ്ങിക്കളയുമെന്നാണ് പറയുന്നത്, അല്ലേ? ഇന്നത്തെ നിന്റെ പ്രതിസന്ധി ഇനി നിന്നെ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ സമ്മതിക്കുകയില്ല എന്നല്ലേ പറയുന്നത്. നീ കടന്നു പോകുന്ന രോഗം അത് നിന്റെ അവസാനമാണെന്നല്ലേ പറയുന്നത്. ഇനി എന്റെ മുൻപിൽ ഒരു ഓപ്ഷനുകളും ഇല്ല ബ്രദറെ എന്നല്ലേ നിങ്ങൾ പറയുന്നത്. എന്നാൽ ഈ വേട് നിങ്ങൾ കേട്ടോ, എന്റെ ദൈവം നിങ്ങളെ വിടുവിക്കും. ആർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്ത രാത്രികളിൽ, ആർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ എന്റെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മം നിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ വേടിനെ ഞാൻ കൈമാറുകയാണ്. അവൻ നിന്നെ കൈവിടുകയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ നിന്നെ കൈവിടുകയുമില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല എന്നാണ്. പിന്നെ എന്തിനാ സഹോദരി സഹോദര നിന്റെ ജീവിതത്തിന്റെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നീ കരയുന്നത്? ദൈവം മുഖത്തേക്ക് നീ നോക്കിക്കോ. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ലാസ്റ്റ് മൂമെന്റുകളിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നതായി നമ്മൾക്ക് കാണുന്നുണ്ട്. ഇത് പറയുമ്പോൾ ചില വ്യക്തികൾ ലാസ്റ്റ് നിമിഷങ്ങളിൽ എന്താണ് ചെയ്യുക എന്നറിയാതെ പതറി നിൽക്കുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ള നിമിഷങ്ങളിൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നത് ഭയപ്പെട്ടു പോകരുത്. നിങ്ങൾ പറയുന്നത് ബ്രദറെ ഇത് പറയാൻ എളുപ്പമാണെന്നാണ്. എല്ലാ ദൈവാത്മ പ്രേരിതമായിട്ടാണ് നിങ്ങളോട് ഞാനിത് പറയുന്നത്. അങ്ങനെയുള്ള നിമിഷങ്ങളിൽ നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. ഞാൻ കഴിഞ്ഞ എന്റെ ചില ദിവസങ്ങളിലുള്ള മെസ്സേജുകളിൽ പത്രോസിനെ പറ്റി ആവർത്തിച്ച് പറവാനിടയായിത്തീർന്നു. പത്രോസ് കാരാഗ്രഹത്തിൽ കടക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പ് യാക്കോബിനെ കൊന്നുകളഞ്ഞു. അവൻ അടുത്തത് ഹെരോദാവ് ചിന്തിച്ചിരിക്കുന്നത് ഇവനെയും കൊന്നുകളയാമെന്നാണ്. എന്നാൽ എന്റെ ദൈവം ഹെരോദാവിന്റെ ആലോചനയെ വ്യർത്ഥമാക്കി കളവാനിടയായിത്തീർന്നു. ഇന്ന് നിനക്ക് മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്ന പ്രതിസന്ധികൾ അത് കൊടും കാറ്റുപോലെ നിനക്കെതിരെ ആഞ്ഞടിച്ചു നിൽക്കുകയാണല്ലേ. എന്നാൽ അതിന്റെ നടുവിൽ നിന്നോട് ദൈവാത്മ പ്രേരിതമായി ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ്. ഇല്ല, ചിലരുടെ ആലോചനകളെ നിനക്കു വേണ്ടി ദൈവം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. മൊർദെഖായി എന്നറിയപ്പെടുന്ന വ്യക്തി തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ നിൽക്കുകയാണ്. ഇനി വിടുവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. രാജാവാണ് നിയമം കൽപ്പിച്ചിരിക്കുന്നത്. രാജാവിനോട് കൂടെ നിൽക്കുന്നത് ദുഷ്ടനായിരിക്കുന്ന ഹാമാനാണ്. ഇതുപോലെ തന്നെ ചിലരുടെ ജോലി വിഷയങ്ങളിൽ പല വ്യക്തികൾ എതിരായി നിൽക്കുകയാണ്. അതുകാരണത്താൽ ചിലരുടെ ജോലി,
ചിലരുടെ ബിസിനസ് വരെ താഴത്തേക്ക് പോകുമെന്നുള്ള നിലയിലായിരിക്കുകയാണ്. ചില കുടുംബ ജീവിതങ്ങളിൽ വിള്ളലായി പല വ്യക്തികൾ കയറി വരുവാനിടയായി തീർന്നു. ഓ രാമ ഹൽബ്രബാല ഘടകസി. അങ്ങനെയൊക്കെ ഭയപ്പാടോടുകൂടി എന്നെ കേൾക്കുന്നവരുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇല്ല, അവരുടെ ആലോചനകളെ ദൈവം വ്യർത്ഥമാക്കുകയാണ്. വിശ്വസിച്ചോ, പ്രാർത്ഥിച്ചോ, ഇന്നത്തെ വേർഡ് നീ ഏറ്റെടുത്തോ. നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുത കരങ്ങൾ, ദൈവ പ്രവൃത്തികൾ നിങ്ങൾ കണ്ടിരിക്കും. ഹല്ലേലൂയ. ഏറ്റവും അവസാന നിമിഷത്തിൽ ആ വലിയ കാട്ടുമൃഗത്തിന്റെ മുൻപിൽ എല്ലാം തീരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, തീർന്നു പോകാൻ വേണ്ടി നിൽക്കുന്ന മൃഗത്തെ അത്ഭുതകരമായ ആരോപണം വിടുവിക്കുന്നത് പോലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വിടുതലിന്റെ കരവിന് അയക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയരെ, ദൈവം ഒരു പദം പറഞ്ഞാൽ ദൈവം പറഞ്ഞ പദത്തിൽ നിന്ന് ദൈവം പിന്മാറുകയില്ല. ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതും അത് തന്നെയാണ്. എന്നെ കാണുവാൻ ആരുമില്ലല്ലോ എന്ന് പറയുന്ന നിന്റെ ജീവിതത്തിന്റെ മേൽ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുത പ്രവർത്തികൾ യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ വെളിപ്പെട്ടു വരികയാണ്. കരയരുത്, ഭയപ്പെട്ടു പോകരുത്. വിടുവിക്കുമെന്ന് ദൈവം പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ മേൽ വിടുതലിന്റെ കരം ദൈവം അയച്ചിരിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നത്, പത്രോസ് കിടന്നുറങ്ങുമ്പോൾ കാരാഗ്രഹ പ്രമാണികളെല്ലാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കാരാഗ്രഹത്തിൽ അവനെ പുറത്തു കൊണ്ടുവരാതെ, പ്രൈസ് ദി ലോർഡ്, കാത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ അവനെ ദൈവം അത്ഭുതകരമായി വിടുവിച്ചു പുറത്തു കൊണ്ടുവന്നതുപോലെ ഒരർത്ഥത്തിലും നിനക്ക് പുറത്തു വരാൻ പറ്റുകയില്ലെന്ന് പറയുന്ന വിഷയത്തിന്റെ മേൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഈ സീസണിൽ നിങ്ങൾ അത്ഭുതകരമായി പുറത്തു വരും. ഒക്ടോബർ മാസം 1-ാം തീയതിയാണ് നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നത്. ഈ മാസത്തിൽ പല വിടുതലുകൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഇന്ത്യൻ സമയം രാത്രി 9 മണിക്ക് സൂം മീറ്റിംഗിൽ ഞാൻ നിങ്ങളെ ലൈവ് വോയിസ് സൂക്ഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. പ്രിയരെ, ദൈവത്തിന് നിങ്ങളെ വിടുവിക്കാൻ പറ്റും. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് ഒരു മൃഗത്തിന് രക്ഷപ്പെട്ടു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമാകുന്ന, നാശം വിതയ്ക്കുന്ന, എനിക്കറിയാം ഇത് പറയുമ്പോൾ പല കുടുംബങ്ങളിൽ നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളുടെ നടുവിൽ അത്ഭുത വിടുതലുകൾ നിന്റെ ഭവനത്തിന്റെ മേൽ സംഭവിക്കുകയാണ്. നിന്റെ മക്കളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഭവങ്ങളുടെ മേൽ ദൈവകരം ഈ ജനത്തിനു വേണ്ടി ഇപ്പോൾ വെളിപ്പെടട്ടെ. വിടുതലിന്റെ കരം ഇവരുടെ മനസ്സിൽ സ്വാതന്ത്ര്യം വരുത്താതെ വണ്ണം ഇരുട്ടിൽ കുടുക്കി കിടക്കുന്ന ഈ അനുഭവങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളെ ഞാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. വിടുതലുകൾ സംഭവിക്കട്ടെ, രോഗങ്ങൾ മാറട്ടെ, ശാപങ്ങൾ മാറട്ടെ. ദൈവ പ്രവൃത്തി ഇവരുടെ ഭവനത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വരട്ടെ. ദൈവം അത് ചെയ്തിരിക്കുക, ദൈവ പ്രവൃത്തി അയച്ചിരിക്കുക. ദൈവത്തിന് നന്ദി പറയുന്നു, യേശുവൻ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ ആത്മീയ കൂടിവരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട്.
പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. നിങ്ങൾ വേറെ എവിടെയും മീറ്റിംഗിൽ കടന്നു പോകുന്നില്ലെങ്കിൽ ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ യൂട്യൂബിൽ കാണുന്ന ആ പ്രയർ ലൈൻ എന്നറിയപ്പെടുന്ന നമ്പർ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.